നമ്മൾ ഡിറ്റർമിനേഷൻ ഓഫ് ടോട്ടൽ അയൺ ആണ് ചെയ്യണത്. അപ്പം അതിലാദ്യം നമ്മൾ ചെയ്യേണ്ടത് 50 ml സാധാ വെള്ളം, ഇത് ബ്ലാങ്ക് ആണ് നമ്മൾ ചെയ്യണത്. അപ്പം അതുകൊണ്ട് നമ്മൾ ആദ്യം തന്നെ 50 ml ഡിസ്റ്റിൽ വാട്ടർ നമ്മളിതിൽ നിറച്ചു. ഇനി ഇതിലേക്ക് 2 ml HCl ആഡ് ചെയ്യും. പിന്നെ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ഹൈഡ്രോക്സിലമൈൻ സൊല്യൂഷനും നമ്മളിതിലേക്ക് ആഡ് ചെയ്യും. അത് നമ്മൾ ഹീറ്റ് ചെയ്യാൻ വയ്ക്കും. നമ്മൾ 2 ml HCl ഇങ്ങനെ ഇതിൽ നിന്ന് നമ്മൾ പിപ്പറ്റ് തീർക്കണം. നമ്മളിപ്പോൾ 2 ml HCl ഒഴിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് 2 ml HCl ഒഴിച്ചു കഴിഞ്ഞാൽ 1 ml ഹൈഡ്രോക്സിലമൈൻ ഒഴിക്കണം. അത് നമ്മൾ ആദ്യം തന്നെ ഇങ്ങനത്തെ ഒരു സംഭവം എടുത്ത് 2 ml എടുക്കാനായിട്ട് നമുക്ക് കൂടിയപ്പോൾ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യാണ്. കറക്റ്റ് 1 ml എടുക്കുക. നമ്മളിപ്പോൾ 1 ml ഹൈഡ്രോക്സിലമൈൻ ഇതിലേക്ക് ഒഴിച്ചു. ഇനി നമ്മളിത് ഹീറ്റ് ചെയ്യാൻ വെക്കുകയാണ്. നമ്മളിനി ഇത് ഹീറ്റ് ചെയ്യാൻ വെക്കുകയാണല്ലോ. അപ്പോൾ ഈ ഒരു സംഭവം നമ്മൾ ഹീറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഇതിൽ നമുക്ക് 50 ml ആണ് ഇപ്പോൾ നമ്മൾ ഒഴിക്കുമ്പോൾ ഉണ്ടാവുക. ഈ ബീക്കറിൽ 50 ml ഉണ്ടാവും. ഹീറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്കത് 20 ml ആയി മാറണം. 100 ഡിഗ്രി സെൽഷ്യസ് ആക്കി വെക്കാം. 100 ഡിഗ്രി സെൽഷ്യസ് ആക്കിയിട്ട് ബ്ലാങ്ക് വെച്ചു. നേരത്തെ 2 സാമ്പിൾ ഉണ്ടാക്കിയിട്ടുണ്ട്, ഒരു ബ്ലാങ്കും ഉണ്ട്. അത് 2-3 കൂടിയിട്ട് നമ്മൾ 100 ഡിഗ്രി സെൽഷ്യസ് ആക്കിയിട്ട് വെച്ചു. ഇനി നമ്മളിവിടെ നോക്കി നിൽക്കണം. ഇത് 20ലേക്ക് എത്തണ വരെ നമ്മൾ നോക്കിക്കണം. അവരാരെ സാമ്പിൾ 20 ml ആവണമായിരിക്കും നമ്മൾ നോക്കി നിൽക്കാം. 20 ml ആവാന്ന് വെച്ചാൽ അത് കുറഞ്ഞിട്ട് 20 mlക്ക് 15 ലിമിറ്റ്. ഡിഫറൻസ് എന്താ? ഡിസ്റ്റിൽഡ് വാട്ടർ യൂസ് ചെയ്ത് ഇതിൽ സാമ്പിൾ അത്രേ ഉള്ളൂ. ബാക്കി 2 ml HCl-ഉം 1 ml ഹൈഡ്രോക്സിലമൈൻ ഒഴിച്ചില്ലേ. ഇപ്പം 100 ഡിഗ്രി സെൽഷ്യസ് ആക്കി വെച്ചിട്ടുണ്ട്. ഇത് നമ്മൾ 20 ml ഇതിലേക്ക് റെഡ്യൂസ് ആയി കഴിഞ്ഞാൽ എടുക്കും. സാർ മറന്നു പോയാലോ. നമ്മളിത് കൂൾ ചെയ്തതിന് ശേഷം 15 മിനിറ്റ് കൂൾ ചെയ്തതിന് ശേഷം കൊണ്ടാണ്. ഇതിനകത്ത് പ്യൂർ ഒഴിക്കുക. ഒഴിച്ചതിന് ശേഷം 10 ml അമോണിയം ബഫർ ഒഴിക്കുക. അതിൻ്റെ എന്ത് ചെയ്യണം? 2 ml എന്താ ഒഴിക്കണം? സൊല്യൂഷൻ ഒഴിക്കുക. അത് ഒഴിച്ചതിന് ശേഷം എന്ത് ചെയ്യുക? ഈ ലെവൽ വരെ മേക്കപ്പ് ചെയ്യാം. എന്നിട്ട് ഷേക്കിന് ശേഷം 15 മിനിറ്റ് ജസ്റ്റ് കൂൾ ചെയ്യുമ്പോൾ ഒരു കളർ ചേഞ്ച് ഉണ്ടാവും. ആ കളർ ചേഞ്ച് ഉണ്ടായിട്ട് നമ്മൾ എന്ത് ചെയ്യും? ആ സ്പെക്ട്രോമീറ്ററിൽ പോയിട്ട് അബ്സോർബൻസ് കണ്ടുപിടിക്കും. ഇതാണ് ചെയ്യാൻ പോകുന്നത്. ചെയ്തോ. 10 ml അമോണിയം അസിറ്റേറ്റ് ബഫറും 2 ml അത് 2 ml മറ്റത് 10 ml ഒഴിച്ചിട്ട് ഇതിലേക്ക് ഒഴിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ മേക്കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഈ ലൈൻ വരെ മേക്കപ്പ് ചെയ്യുക. 15 മിനിറ്റ് റെസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ ഇതുപോലെ ലൈറ്റ് അത് കഴിഞ്ഞ് നമ്മൾ സ്പെക്ട്രോമീറ്ററിൽ പോയിട്ട് ചെയ്യാണ് ചെയ്യുക. നിർത്തട്ടെ. അപ്പം നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ സാമ്പിൾ എടുത്തിട്ട് ഇതിലേക്ക് ഒഴിച്ചു. ഇനി എന്ത് ചെയ്യണം? ഇനി ഇതാണ് അമോണിയം അസിറ്റേറ്റ് 10 ml എടുക്കണം. അത് 10 ml എടുക്കാം. നമ്മൾ 2 ml ഈ സംഭവം ഫിനോൾത്രയോളിൻ എന്തോ മോണോഹൈഡ്രേറ്റ് സൊല്യൂഷൻ 2 ml എടുക്കണം. 2 ml എടുത്തിട്ടുണ്ട്. കറക്റ്റ് എടുത്തിട്ടുണ്ടെന്ന് നമ്മൾ എടുത്ത് പറയണം. ഇനി ഇതിന് നമ്മൾ 15 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. കളർ എടാ അടുത്ത 2 ml എടുത്ത് തരുമോ? നമ്മളിപ്പോൾ ബ്ലാങ്കിലേക്ക് ഇപ്പോൾ 2 ml ഇങ്ങനത്തെ ഒരു കളർ ചേഞ്ച് വന്നു. ഇനി നമ്മൾ 15 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. അതേപോലെ സാമ്പിളിലേക്ക് നമ്മളിനി ഒഴിക്കാൻ പോവാണ്. സെയിം പ്രൊസീജിയർ തന്നെ. സാമ്പിളിനാകുമ്പോൾ ബ്ലാങ്കിലാകുമ്പോൾ സാമ്പിളിന് പകരം വാട്ടറാണ് നമ്മൾ യൂസ് ചെയ്യുക. ബാക്കിയൊക്കെ സെയിം. നമ്മളിനി അത് മേക്കപ്പ് ചെയ്യാൻ പോവാണ്. നമ്മളതിൽ ഈ ഒരു ലൈൻ വരെ നമുക്കതിൽ വെള്ളം ഒഴിച്ചിട്ട് സെറ്റാക്കണം. അതെ, നമ്മളിപ്പോൾ കറക്റ്റ് ഈ ലൈൻ വരെ സെറ്റാക്കി. ഇനി നമ്മൾ 15 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം.